ഹായ് ഗായ്സ്, അപ്പോൾ വെൽക്കം ടു ഡബിൾ ബാരൽ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ പുതിയ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ ഹോം ടൂർ. അപ്പോൾ ഞങ്ങളെ കൊണ്ടാവുന്ന വിധം ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളും ഒക്കെ ചെറുതായിട്ടൊന്ന് നിങ്ങളെ കാണിക്കുന്ന രീതിയിൽ ഒരു ചെറിയ ഹോം ടൂർ. അപ്പോൾ ഞങ്ങളുടെ കമൻറ്റിൽ ഇതുപോലൊരു ഹോം ടൂർ ചെയ്യാൻ എന്നൊരു ഇത് കണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം. പിന്നെ പറയുവാണെങ്കിൽ ഞങ്ങളൊരു 23 വർഷമായിട്ട് ഞങ്ങൾ വാടകയ്ക്കായിരുന്നു. അപ്പോൾ ഈ വീട് വെച്ചിട്ട് എത്ര 1.5 വർഷം ഉണ്ടായിട്ടുള്ളൂ. 1.5 വർഷമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഒരുപാട് നാളായിട്ട് വിചാരിക്കുന്നു ഈ വീടിൻ്റെ ഒരു വീഡിയോ ഇങ്ങനെ എടുക്കണമെന്ന്. അതെ, ഈ ഹൗസ് വാമിംഗ് ടൈമിൽ ഞങ്ങൾ ഒരാൾക്ക് വീഡിയോ എടുക്കാൻ കൊടുത്തായിരുന്നു. അത് ഇതുവരെ കിട്ടിയൊന്നുമില്ല. ഞങ്ങളുടെ അമ്മയ്ക്കും വലിയൊരു ആഗ്രഹമായിരുന്നു ഈ വീടിൻ്റെ ചെറിയൊരു വീഡിയോയും അത്യാവശ്യം നല്ല പോർഷൻസൊക്കെ കാണണമെന്ന്. വീഡിയോയുടെ ഇത് കിട്ടി, ഫുട്ടേജ് കിട്ടി, പക്ഷേ എഡിറ്റ് ചെയ്ത് ശരിയാക്കിയിട്ടില്ല ഇതുവരെ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ എന്തായാലും ഒരു വീഡിയോ എടുത്ത് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. എന്നാലും ഈ ഹോം ടൂർ കമൻറ്റ് ഇട്ട ആൾക്ക് വളരെ നന്ദി. അതെ, പിന്നെ ഞങ്ങൾക്കൊരു ത്വര വന്നല്ലോ. അതെ, എന്നാൽ പിന്നെ നമുക്ക് ഇങ്ങോട്ട് പോയാലോ? പോകാം. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ഗേറ്റ് ഒന്നുമില്ല, മാനുവൽ ചെയ്യാനില്ല, തള്ളി തുറക്കണം. ഇങ്ങനെ തള്ളി തുറന്നു കഴിഞ്ഞാൽ ഈ ഗേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് പൊക്കോളും. അപ്പോൾ ഇത് ഞങ്ങൾ 6.5 സെൻറ്റ് സ്ഥലമായത്. 6 സെൻറ്റ് സ്ഥലം 2250 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം കാണാം, ഇത് കണ്ടില്ലേ, ഈ ഒരു പച്ച പരവതാനി പോലൊരു പുല്ല് വെച്ചൊരു അതായത് ഇൻ്റർലോക്ക്. അപ്പോൾ ഇത് ഒറിജിനൽ ഗ്രാസ് അല്ല, ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഞങ്ങൾ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ അവിടെ കാണിച്ച് അതുകൊണ്ടല്ലേ, ഇവിടെ നിന്ന് അപ്പുറത്തോട്ട് ഗ്രാസ് വെച്ചിട്ടില്ല, വേറെ ഇൻ്റർലോക്ക് അപ്പുറം സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വെച്ച് വന്നപ്പോഴത്തേക്ക് കുറച്ച് പൈസ എമൗണ്ട് കൂടിപ്പോയി. അപ്പോൾ ഞങ്ങൾ അവിടെ അത്രയും വെച്ച് കട്ടിയിട്ട് അപ്പുറത്തോട്ട് വേറെ ഇൻ്റർലോക്ക് സെറ്റ് ചെയ്തു. ഫണ്ടിഷ്യൂ. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ ഞങ്ങളുടെ ഗാർഡൻ ഇപ്പോൾ പൂത്ത് തളർന്ന് നിൽപ്പുണ്ട്. ഒന്നും ഇങ്ങനെ കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. വിവിധതരം ചെടികൾ, ഇനിയും കുറച്ച് ചെടികളിലൂടെ ഉൾപ്പെടുത്താൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ദൈവം സഹായിച്ചാൽ എല്ലാം നടക്കുമല്ലേ. നമ്മുടെ പട്ടിക്കൂടെ കാണിക്കുമ്പോൾ എല്ലാ വീഡിയോയിലും ഞങ്ങളുടെ വീടിൻ്റെ കാര്യം കാണിക്കുമ്പോഴത്തേക്ക് ഞങ്ങളുടെ പട്ടി മെയിനാണ്. ഇവിടെ നിന്ന് നേരെ വന്ന് പുറകില്ല ഞങ്ങൾ പട്ടിക്കൂട് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ എവിടെയും പട്ടിക്കൂട് സെറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞങ്ങൾ വാസ്തു നോക്കിയപ്പോൾ അവർ പറഞ്ഞു. അപ്പോൾ ഇവിടെ നേരെ ഞങ്ങൾ പുറകിലാണ് സെറ്റ് ചെയ്തത്. അകത്തോട്ട് കയറുമ്പോൾ കണ്ടില്ലേ, ഇവിടെ സിറ്റ് ഔട്ടാണ്. ഇവിടെ വരുന്നവർക്ക്, ഗസ്റ്റായിട്ട് വരുന്നവർക്ക് ഇവിടെ ഇരിക്കാം, സൗകര്യമുള്ള അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് ഇവിടെ ഇരിക്കാം, അല്ലെങ്കിൽ നേരെ അകത്തും കയറിയിരിക്കാം. പിന്നെ വരുന്നവർക്ക് ഒരു കസേര ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അച്ഛൻ രാവിലെ എന്നും പത്രം വായിക്കുന്ന ഇവിടെ നിന്നാണ്. പിന്നെ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് സ്പേസ് ഉണ്ട്, അടിപൊളിയാക്കി സെറ്റാക്കിയാണ് കേട്ടോ. ഇവിടെ വന്നിരിക്കാം, ആർക്ക് വേണേ ഇരിക്കാം. പിന്നെ ഈ വീട് ഞങ്ങളുടെ മേൽനോട്ടത്തിൽ പണിതല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ രീതിയിലൊന്നും ഈ വീട് അത്യാവശ്യം പറ്റിയിട്ടില്ല. ഞങ്ങൾക്ക് കുറച്ച് ഐഡിയ ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ആ ഒരു രീതിയിലൊന്നും വന്നിട്ടില്ല. ഞങ്ങളിത് വാങ്ങിക്കുമായിരുന്നു, വീട് വെക്കുമല്ലായിരുന്നു, വീട് വാങ്ങിക്കുമായിരുന്നു. അപ്പോൾ അവരുടെ രീതിയിൽ കുറേ പണി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഈ സാധനമൊക്കെ ഉണ്ടല്ലേ, ഈ സാധനമൊക്കെ നല്ല വൃത്തായിട്ടുള്ള സാധനങ്ങളാണ്. ഇതൊക്കെ നല്ല രീതിയിലുള്ള തടിയാണ്. ഇതൊക്കെ അവരുടെ ഐഡിയ. ഞങ്ങൾ വിചാരിച്ച ഒരു ഐഡിയയിൽ വീട് വന്നിട്ടില്ല, എന്നാലും ഓക്കെ. പിന്നെ രാവിലെ ഒരു 10 മണി കഴിഞ്ഞാൽ, 10 മണി 9 മണി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് അകത്തോട്ട് നല്ല അടിപൊളി വെയിലായിരിക്കും. അപ്പോൾ അതിന് വേണ്ടി സെറ്റ് ചെയ്തേക്കുന്നത് ഈ ബ്ലൈൻഡ്. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഇത്രയും ഭാഗം ഈ വെയിലടിച്ച് ഇത്രയും ഭാഗം പൊള്ളിയിരിക്കും എന്ന് പറഞ്ഞാൽ അത്ര പെയിൻ്റ് അങ്ങ് ഫെയ്ഡായി പോകും. അതുകൊണ്ട് എപ്പോഴും മഴയുണ്ടെങ്കിലും വെയിലുണ്ടെങ്കിലും ഈ ബ്ലൈൻഡ് അത്യാവശ്യമാണ്. ഇതെപ്പോഴും ഇട്ടേക്കും. അങ്ങനെ പൊക്കിയിടുന്ന ടൈമൊന്നും ഉണ്ടാകത്തില്ല, മിക്കപ്പോഴും താഴ്ന്നു തന്നെ കിടക്കും. പിന്നെ ഇവിടെ നമ്മൾ ഈ സിറ്റ് ഔട്ടിൽ നേരെ അകത്തോട്ട് കയറുവാണെങ്കിൽ ഒരു വിശാലമായിട്ടുള്ളൊരു ഹാൾ. ഉണ്ടല്ലേ, ഈ ഇൻറ്റീരിയറൊക്കെ ഇതൊക്കെ ഞങ്ങളുടെ ഐഡിയ. പിന്നെ ഈ ഹോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ വീഡിയോ എടുക്കുന്ന, റീൽസ് എടുക്കുന്ന ഫുള്ള് ഈ ഹോളിലായിരിക്കും. പിന്നെ ഈ വീട് അങ്ങനെ പ്രത്യേകം നിങ്ങൾ പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവർക്കും എല്ലാ മുറികളും നിങ്ങൾക്ക് സുപരിചിതമാണ്. അപ്പോൾ ഇത്രയും ഞങ്ങൾ സെറ്റ് ചെയ്തതാണ്. ഇത് വാങ്ങിച്ചപ്പോൾ ഈ ഒരു ഇൻറ്റീരിയർ വർക്കൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ പ്രത്യേകം സെറ്റ് ചെയ്ത സാധനം. പിന്നെ ഈ ഒരു TV സ്റ്റാൻഡ് ഉണ്ട്. ഈ TV സ്റ്റാൻഡ് ഞങ്ങൾ പ്രത്യേകം പണിയിച്ചതാണ്. ഇത് വാങ്ങിച്ചപ്പോൾ ഇതില്ലായിരുന്നു, ഇത് പ്രത്യേകം പണിയിച്ചതാണ്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് തോന്നും വുഡിൻ്റെ ആണ്, പക്ഷേ വുഡല്ല, അലുമിനിയം. നല്ല വെയിറ്റ് ഉണ്ട് ഇതിന്, നല്ല അടിപൊളി വെയിറ്റാണ്. പിന്നെ ഞങ്ങളുടെ സോഫ. ഈ സോഫയും പ്രത്യേകിച്ച് ആരെയും പരിചയപ്പെടുത്തേണ്ട കാര്യം. ഞങ്ങൾ ഏത് റീലെടുത്ത് കഴിഞ്ഞാലും സോഫയെന്നായിരിക്കും തുടക്കം. അപ്പോൾ ഇതും ഞങ്ങളുടെ ഒരു മെയിൻ ഘടകമാണ്. പിന്നെ ഹോം തിയേറ്ററിൻ്റെ ബോക്സ് വാങ്ങിച്ചതിൻ്റെ
6-ാം മാസം കേടായിട്ടിരിക്കുന്ന ഒരു സാധനമാണത്. അതെ, പിന്നെ അതേണ്ട എല്ലാവർക്കും ഇവിടെ നിന്ന് ഓരോരുത്തർ വാങ്ങിച്ച് സമ്പാദിച്ച് കൂട്ടിയേക്കുന്ന ട്രോഫികൾ അതെല്ലാം ഞങ്ങൾ ഇതിൻ്റെ അകത്ത് വെച്ച്. പിന്നെ ഞങ്ങൾ വീട് മാറിയപ്പോൾ കുറേ ട്രോഫികൾ നഷ്ടമായിട്ടുണ്ട്. കുറേ ട്രോഫികൾ എവിടേക്കോ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനകത്തൊന്നും കാണാൻ പറ്റത്തില്ല. പിന്നെ ഇതും ഒരു സ്പേസാണ്, ഇതുപോലെ ട്രോഫി എന്തെങ്കിലും വെക്കാം. ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് അകത്തെ ഇതൊന്നും കാണത്തൊന്നുമല്ല. അത്യാവശ്യം നല്ല ഡിസൈനല്ലേ. പിന്നെ ഇവിടെ നമ്മൾ ഈ ഹോളിൽ നിന്ന് തന്നെ ചേർത്ത് തന്നെയാണ് പൂജാമറിയും വെച്ചേക്കുന്നത്. ഇവിടെ നേരെ വാ കാണിച്ചാൽ ഇതാണ് ഞങ്ങളുടെ പൂജാമറി. നമ്മൾ ഹോളിൽ നിന്ന് ഇറങ്ങി നേരെ ലെഫ്റ്റ് പിടിച്ചാൽ ഞങ്ങളുടെ ഡൈനിങ് ഹാൾ. ഈ ഒരു ഹോളിലും പിന്നെ ഈ ഒരു ഡൈനിങ് ഹാളിലും മാത്രമേ ഞങ്ങൾ ഈ ഇൻറ്റീരിയർ സെറ്റ് ചെയ്തിട്ടുള്ളൂ. കണ്ടാൽ തന്നെ മനസ്സിലാവും. വേറെ അങ്ങനെ ഞങ്ങളുടെ റൂമിലോ മുകളിലത്തെ റൂമിലോ ഒന്നും ഇൻറ്റീരിയർ സെറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ ഈ രണ്ടിടത്ത് മാത്രം. പിന്നെ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചു സെറ്റ് ചെയ്തു. ഞങ്ങളുടെ വീട്ടിൽ ഒട്ടുമിക്ക സാധനങ്ങളും ഫ്ലിപ്കാർട്ടാണ്. ഇത് ഫ്രിഡ്ജ്. പിന്നെ ഇത് കണ്ടില്ലേ, ഈ ഫർണിച്ചറൊക്കെ ഞങ്ങൾ വാങ്ങിച്ചപ്പോൾ തന്നെ ഇവിടെ ഉള്ളതാണ്. അല്ല, ഞങ്ങൾക്ക് പ്രത്യേകം ഇത് പണിയിക്കേണ്ട കാര്യമൊന്നും വന്നിട്ടില്ല. ഇതിനകത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ ഞങ്ങളുടെയാണ്. പിന്നെ ഇവിടെ നേരെ വന്നു കഴിഞ്ഞാൽ വാഷ് ബേസിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ കോമൺ ബാത്റൂം. ഇതാണ് കോമൺ ബാത്റൂം. തുറക്കൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെയാണ്. ഇതെല്ലാം കണ്ടല്ലോ, ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെയും ബ്ലൈൻഡ് ഉണ്ട്. ബ്ലൈൻഡ് ജസ്റ്റ് രാവിലെ ആണ്ട് ഓപ്പൺ ആക്കി ഇട്ടേക്കുക. അവിടെയും ജനലാണ്, ബ്ലൈൻഡ് ഇട്ടേക്കുക. ഈ ഡൈനിങ് ഹാളിൽ നേരെ കയറുമ്പോൾ നമ്മുടെ കിച്ചൺ. ഒരു അടിപൊളി ഒരു കിച്ചണാണ്. അപ്പോൾ ഇതും വീട് വാങ്ങിച്ചപ്പോൾ തന്നെ എല്ലാം അവർ തന്നെ സെറ്റ് ചെയ്തേക്കുന്ന ഫർണിച്ചർ ഇതെല്ലാം. ഈ ലേഡീസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അടുക്കളയാണെന്നാണല്ലോ പറയാറ്. ആദ്യം നോക്കുന്ന അടുക്കളയാണ്. ഇവിടെ ഇതും ഫർണിച്ചറാണ് കേട്ടോ. ഇവിടെ ഡ്രോയറാണ്. പിന്നെ ഒരു ഫ്രിഡ്ജുണ്ട്. പിന്നെ ഇവിടെ നിന്ന് നേരെ അപ്പുറത്തോട്ട് പോകുകയാണെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു വർക്ക് ഏരിയയും കൂടെ ഉണ്ട്. ഈ ഒരു സംഭവം ഞങ്ങൾ ആദ്യം വിചാരിച്ചാൽ ഈ ഒരു വർക്ക് ഏരിയ ഇത്രയും ഭാഗം ഇടിച്ചിട്ട് അടുക്കള എല്ലാം കൂടെ ഒന്നിച്ചാക്കാനായിട്ട് വിചാരിച്ചാൽ, പിന്നെ ആ ഒരു ഐഡിയ കൊള്ളത്തില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായതുകൊണ്ട് വർക്ക് ഏരിയ വേറെ, കിച്ചൺ വേറെ ആക്കി ഇങ്ങനെ തന്നെ കൊണ്ടുപോകുന്നു. ഇനി നമ്മുടെ മെയിൻ ഐറ്റമായിട്ടുള്ള മാസ്റ്റർ ബെഡ്റൂം കിട്ടുക. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. അപ്പോൾ ഇവിടെ ഈ ബെഡ്റൂം യൂസ് ചെയ്യുന്നത് ഞങ്ങളുടെ അച്ഛനും അമ്മയും. ഇപ്പം അമ്മ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അച്ഛൻ ഒറ്റയ്ക്ക് ഇവിടെ എല്ലാം വിലസുന്നത്. പിന്നെ ഇതും വീട് വാങ്ങിച്ചപ്പോൾ തന്നെ കിട്ടിയ ഫർണിച്ചറാണ്. ഞങ്ങൾ എക്സ്ട്രാ വാങ്ങിച്ചിട്ടുള്ളതല്ല. അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഒരു പുതിയ അലമാര വാങ്ങിക്കേണ്ട ഒരവസ്ഥ വന്നിട്ടില്ല. ഈ ഒരു ഇതിൽ തന്നെ നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. പിന്നെ അതിന് മുന്നേ ഇതെല്ലാം ഫ്ലിപ്കാർട്ടാണ് കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച് സെറ്റ്. പിന്നെ അവിടെ ബാത്റൂമുണ്ട്. ബാത്റൂം കയറുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ റൂമിൽ ഇടാം. ഞങ്ങളുടെ റൂം കണ്ടേ. അപ്പോൾ ഞങ്ങളുടെ റൂമിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ സ്റ്റെപ്പ് കയറണം. സ്റ്റെപ്പ് കയറി അടുത്തൊരു വളവും കൂടെ ഉണ്ട്. വാ അങ്ങോട്ട് പോവാം. ഇൻഡോർ പ്ലാന്റിനെ പരിചയപ്പെടുത്താം. ഇതാണ് ഞങ്ങളുടെ ഇൻഡോർ പ്ലാന്റ്. ഇതിന് മുന്നേ ഒരു ഇൻഡോർ പാം എന്ന് പറഞ്ഞൊരു ചെറിയ ചെടി ഉണ്ടായിരുന്നു. അത് പക്ഷേ എന്താ നടത്തില്ല, കരിഞ്ഞു പോയി. അതിന് ശേഷം ഞങ്ങൾ വെള്ളം ഒഴിക്കണം അവിടെ. ഇത് പക്ഷേ നല്ലതായിട്ട് കെയർ ചെയ്യുന്നുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ ഒരു ബ്ലൈൻഡ് ഉണ്ട്, അറിയണ്ടല്ലേ, അത് ക്ലോസ് ചെയ്തിട്ടേക്കാം. ഓപ്പൺ ചെയ്യുന്നതാണ്, അപ്പോൾ ഞങ്ങൾ ക്ലോസ് ചെയ്തിട്ടേക്കാം. ഇതാണ് ഹോള്. ഒരു ചെറിയ ഹോളാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ താഴെ ഇതിടാനുള്ളൊരു സ്പേസ് ഇല്ല. ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ ഉണ്ട്.
ഇത് താഴെ ഇടാനുള്ളൊരു സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നേരെ മേളിൽ കൊണ്ടിട്ടു. എന്തായാലും നമ്മൾ താഴെ നിന്ന് മേളിൽ കൊണ്ട് എന്തെങ്കിലും നമ്മൾ ഈ റൂമിൻ്റെ തൊട്ടടുത്തിരുന്ന് കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ഡൈനിങ് ടേബിൾ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതെ, എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുവാണെന്നുണ്ടെങ്കിൽ നേരെ ഇവിടെ നിന്ന് കഴിക്കും. കൂട്ടുകാരൊക്കെ ഉള്ളപ്പോൾ ടൈമിൽ ഇവിടെ. പക്ഷേ പൊതുവേ ഇത് സാധാരണ നമ്മൾ യൂസ് ചെയ്യാറില്ല, താഴെ ആയിരിക്കും മെയിൻ ആയിട്ടുള്ളത് ആവശ്യം വരാറുണ്ട് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ഇത് കണ്ടില്ലേ, ഇതൊരു അടിപൊളി സാധനമല്ലേ. ഈ ഫർണിച്ചറും ഇവിടെ ഉള്ളതായിരുന്നു. ഇതുപോലത്തെ ഫർണിച്ചറൊന്നും ഞങ്ങൾക്ക് വാങ്ങിക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല, എല്ലാം ഇവിടെ തന്നെ ഉള്ളതാണ്, എല്ലാം ഫ്രീ. കയറി വരുമ്പോൾ റൈറ്റ് സൈഡിൽ ഇതാണ് ഞങ്ങളുടെ റൂം, ഞങ്ങളുടെ ഒരു ലോകം. കണ്ടില്ലേ ഞങ്ങളുടെ ബെഡ്. ഇത്രയൊരു അത്യാവശ്യം എനിക്ക് തോന്നുന്നത് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളത് നമ്മുടെ റൂമിലാണ്. മാസ്റ്റർ ബെഡ്റൂം കഴിഞ്ഞാൽ മാസ്റ്റർ ബെഡ്റൂമിൽ പോലും ഇത്രയും സ്പേസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി, മാസ്റ്റർ ബെഡ്റൂമിലായിരിക്കും കുറച്ച് സ്പേസ് കൂടുതൽ. പിന്നെ ഇത് ഞങ്ങളുടെ അലമാര, ഞങ്ങളുടെ മേക്കപ്പ് പ്രൊഡക്ട്സ് എല്ലാം. മേക്കപ്പ് എന്ന് പറഞ്ഞ സാധനമൊന്നുമില്ല, ബോഡി ക്രീം അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇത് ഇവിടെ തന്നെ. ബോഡി ലോഷൻ, സ്പ്രേ അതെല്ലാം ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഇത് ഇവിടെ കർട്ടൻ ബ്ലൈൻഡ് ഇട്ടേക്കുന്നുണ്ട്, ഇവിടെ ഒരു ബ്ലൈൻഡ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞങ്ങൾ നേരെ കയറുവാണെങ്കിൽ നമ്മുടെ ബാത്റൂം, ഞങ്ങളുടെ ബാത്റൂം വേണമെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ ബാത്റൂം. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ അപ്പുറത്തോട്ട് പോവുകയാണെങ്കിൽ ഒരു റൂമുണ്ട്. പക്ഷേ ഞങ്ങൾ ആരും ഇതങ്ങനെ യൂസ് ചെയ്യാറില്ല, കാരണം ഇവിടെ അങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇതിൻ്റെ ചെറിയൊരു സ്റ്റോർ റൂം പോലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പുറത്ത് അലമാര വെക്കാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ ഇപ്പുറത്ത് തട്ടിയിട്ടുണ്ട്. പിന്നെ ഈ റൂം കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ട് പരിചയമായിട്ടുള്ളത് അശ്വിനും പ്രപഞ്ചനും. അവർ വരുമ്പോൾ നേരെ വന്ന് ഈ റൂം ഞങ്ങളുടെയാണെന്ന് പറഞ്ഞ് ഓട്ടാൻ കയറിയിരിക്കും. പിന്നെ ഇവിടെ 3 അലമാര ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നേരെ എടുത്ത് ഇങ്ങോട്ടങ്ങ് തട്ടി. പിന്നെ ഒരു ദിവാങ്കോട്ടും ഉണ്ട്. പിന്നെ അയൺ ചെയ്യാനുള്ളവർക്ക് നേരെ ഇവിടെ വന്ന് അയൺ ചെയ്യാം. ഒരു ചെറിയൊരു മിനി സ്റ്റോർ റൂം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്കൊരു ഐഡിയ ഉണ്ട്, കുറച്ചുകൂടെ ഒരു സാമ്പത്തികമൊക്കെ ആയി കഴിയുമ്പോൾ ഇതൊരു സ്റ്റുഡിയോ പോലെ സെറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. അത് എത്രത്തോളം വർക്കാവുമെന്ന് അറിയത്തില്ല, നോക്കാം അല്ലേ. പിന്നെ ഇവിടെ ഞങ്ങൾ നേരെ പോവുകയാണെങ്കിൽ ഒരു ബാൽക്കണി പോലെ സെറ്റാണ്. ഇതാണ് ഞങ്ങളുടെ ബാൽക്കണി. ഇത് കണ്ട്, പക്ഷേ മെയിനായിട്ടൊരു സംഭവം പറയുകയാണെങ്കിൽ ഇത് കണ്ടില്ലേ, ഇന്ന് കാണിച്ച് വെയിലടിക്കുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാം അങ്ങ് പൊള്ളി ഇളകിക്കൊണ്ടിരിക്കും. ഞങ്ങളിത് പെയിൻ്റടിച്ചൊക്കെ സെറ്റാക്കി വെച്ചിരുന്നതാണ്, പക്ഷേ 1.5 വർഷം കൊണ്ട് ഇപ്പോൾ വെയിലും മഴ അടിക്കുമ്പോഴത്തേക്കും ഇത് ഭയങ്കരമായിട്ട് പൊള്ളി ഇളകിക്കൊണ്ടിരിക്കുക. പിന്നെ വൈകുന്നേരം മഴയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ മഴയത്തൊക്കെ ഇരിക്കുകയാണെങ്കിൽ സൂപ്പറാണ്, ഒന്നും പറയാനില്ല. പക്ഷേ വെയിൽ സഹിക്കാൻ പറ്റത്തില്ല. വെയിൽ നോക്ക് കറക്റ്റ് ഉച്ചയിലോട്ട്. ഇത് ബ്ലാക്ക് കൂടെ ആയതുകൊണ്ട് വെയിൽ പെട്ടെന്ന് പിടിച്ചെടുക്കുമ്പോഴത്തേക്ക് പൊള്ളിപ്പോവും. കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ അടിപൊളിയാണ്. ഇനിയാണ് മെയിൻ അമ്മൂൻ്റെ മുറി. കൊട്ടുമ്പോൾ ഞാൻ പോയി ബാത്റൂമിൽ ഇരുന്നോളാം, നിങ്ങൾ വീഡിയോ എടുത്തോളാം ഞാൻ എന്നോട് പറഞ്ഞേക്കുന്നത്. നീ ഒന്ന് പൊട്ടിക്കും പഠിക്കുമെന്ന് ലൈറ്റ് ഇടൂ, ഷൂട്ട് ചെയ്യുവാണേ. അപ്പോൾ ഇതാണ് അമ്മൂൻ്റെ റൂം. ഇവിടെയുണ്ട് ഫ്ലിപ്കാർട്ടിൻ്റെ കുറച്ച് സംഭവങ്ങൾ. ആ സ്റ്റിക്കർ ഫ്ലിപ്കാർട്ടാണ്, എൻ്റെ ഈ സംഭവം സെറ്റ് ചെയ്തിരിക്കുന്ന ഫ്ലിപ്കാർട്ടാണ്. അപ്പോൾ ഈ വീട് ശരിക്കും ഒരു മിനി ഫ്ലിപ്കാർട്ടെന്ന് വേണേൽ പറയാം. പിന്നെ ഈ അലമാര, ഡ്രസ്സിങ് ടേബിള്, അതിൻ്റെ കൂടെ ഈ കട്ടിൽ, ഈ ഒരു ടേബിള്, ഇതെല്ലാം ഇത് ഒരുമിച്ച് ഒരു പാക്കേജ് ആയിട്ട് കിട്ടിയ സംഭവമാണ്. പിന്നെ ഇവിടെ തന്നെ അല്ലേ ഒരു ഡ്രസ്സിങ് ഏതെന്ത് സ്റ്റഡി ടേബിൾ, അത് സ്റ്റഡി ടേബിള്, പിന്നെ ഒരു ചെയർ. ഇത്രയും ഈ റൂമിൽ. എന്നാലും അത്യാവശ്യം സ്പേസ് ഉള്ളൊരു റൂമായിരുന്നു. അപ്പോൾ നമുക്ക് നേരെ ഈ വീടിനെ പറ്റി പറയുവാണെങ്കിൽ
ഇത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ വീട് ഇത്രയും പരിചയപ്പെടുത്തി നിനക്ക് വളരെയധികം നന്ദി. എനിക്ക് അങ്ങനെ പരിചയപ്പെടുത്താൻ എനിക്കറിയത്തില്ല. ജസ്റ്റ് ഈ റൂം ആരൊക്കെയാണ് ഉപയോഗിക്കുന്നത്, ഇവിടെ എന്തൊക്കെയുണ്ട്, അതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നു, അത്രേ ഉള്ളൂ. ഹായ് ഗായ്സ്, അപ്പോൾ ഞങ്ങളുടെ ഈ കുഞ്ഞു വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഞങ്ങൾ ഈ കുഞ്ഞു വീടിനകത്തെ സെറ്റപ്പും ഞങ്ങളെയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. നീ ഒരു ഐഡിയ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ ആദ്യം ഞങ്ങളോട് പറയുന്നത് ഇനി ഈ വീഡിയോയും കൂടെ കാണിക്കാത്ത കുറവേ ഉള്ളൂ കള്ളന്മാർ കയറാനായിട്ടും. അമ്മയുടെ ഓരോരോ കള്ളന്മാർ കയറി, പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റുമോ? അതെ, ഞങ്ങൾക്ക് നിങ്ങളാണ് മെയിൻ. അതെ, നിങ്ങളാണ് ഞങ്ങളുടെ മെയിൻ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ വി ആർ ഡബിൾ ബാരൽ സൈനിങ് ഓഫ്. ബൈ ബൈ.